കാക്ക ഹൂ പറഞ്ഞങ്ങോട്ട് പോയി ഒറ്റ പോക്കെ. അരയന്നങ്ങൾ പിന്നെ ഏതാണ്ട് 1000 മീറ്റർ ഓട്ടക്കാരൻ്റെ മാതിരി ഇങ്ങനെ 1000 മീറ്റർ ഓട്ടക്കാരൻ ഇങ്ങനെ ഒരു മട്ടിലല്ലേ പോവുള്ളൂ. മെല്ലെ മെല്ലെ ഇങ്ങനെ തുടങ്ങി. അമ്പോ കാക്കയാണെങ്കിൽ ശരം വിട്ട പോലെ ഇങ്ങോട്ട് പോയി. ഏതാണ്ട് കടലിൻ്റെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്ക് തന്നെ വയ്യാണ്ട് തലചിറ്റി വീണ് കടലിൽ വീണ് ചത്ത് മലർന്ന് കിടക്കേണ്ട. അരയന്നങ്ങൾ അങ്ങനെ മെല്ലെ മെല്ലെ വന്നപ്പോൾ ഈ സാധനം മലർന്നിട്ടാണ് കാണുന്നത്. ആരെയും കാക്ക. അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഈ കാക്കയുടെ ഗതിയാണടോ തനിക്കേന്നാര് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കാ കർണൻ മറുപടി പറയില്ല എന്ന് പറഞ്ഞ കർണൻ അങ്ങോട്ടും തെറി പറയാൻ തുടങ്ങി. രണ്ടാളും കൂടി തെറി പറഞ്ഞ് ഇവർ തമ്മിൽ തല്ലാവുന്നായപ്പോൾ ദുര്യോധനൻ വന്നിട്ട് എന്ത് ചെയ്തു? മതി 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 എന്നും പറഞ്ഞു. ഈ മഹാഭാരത യുദ്ധത്തിലെ കൗരവന്മാർ തോൽക്കാൻ കാരണം എന്താണെന്നറിയൂ? ഈ ഉള്ളിലെ യുദ്ധം തീർന്നിട്ട് വേണമല്ലോ മുറ്റത്തിറങ്ങി മറ്റവനോട് യുദ്ധം ചെയ്യാൻ. ആരോട്? അടുക്കളയത്തെ തീർന്നിട്ട് വേണ്ടേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പുറത്തുള്ളവനോട് ചെയ്യാൻ. അത് പലപ്പോഴും പറ്റാറില്ല. എന്താ കാരണം അടുക്കളയിൽ തന്നെ ചെയ്ത് തീർക്കുക പതിവ് ഇവരെ. ആഭ്യന്തരമായിട്ട് ചേർച്ചയില്ലേ, പിന്നെയല്ലേ ബാഹ്യമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകണം. അപ്പം കണ്ട് ഇങ്ങനെ ഒരാളെ മുമ്പിലേക്ക് പോകുമ്പോൾ പിമ്പിക്ക് വലിക്കണ ജാതി ഏർപ്പാടുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു പ്രോത്സാഹനം, ഒരു ഉണർവ് കൊടുക്കുക, ഒരു പ്രചോദനം കൊടുക്കുക, ഇതൊക്കെ വളരെ പക്ഷേ എന്ത് വന്നാലും പിമ്പിക്ക്. അത് പണ്ടേ ഞണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഞണ്ട ഈ പാടത്തൊക്കെ കണ്ടില്ലേ, അതേ ജാതി ഞണ്ട് കടലിലും പുഴയിലൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഈ വിദേശ രാജ്യങ്ങളിൽ ഈ സായിപ്പന്മാർ ഇതിനെയൊക്കെ തിന്നും. അവരെന്ത് തിന്നും? അങ്ങോട്ട് കൊടുത്തയക്കും. ഈ കെട്ടിയിട്ടേ പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തയക്കും. കൊന്നിട്ടല്ല ജീവൻ ലൈനെയാണ് കൊടുത്തയക്കുക. അപ്പം അങ്ങനെ ഈ കേരളത്തിൽ നിന്നും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, ഒറീസ, അങ്ങനെ ബംഗാൾ, എല്ലാ നാട്ടിൽ നിന്നും ഇങ്ങനെ വരുന്ന ഞണ്ടുകളൊക്കെ ഇങ്ങനെ കൊട്ടയിലാക്കിയിട്ട് പൂട്ടിക്കെട്ടിയിട്ട്, കൊട്ട എന്ന് പറഞ്ഞാൽ ചെറിയ പഴുതുണ്ടാവേ ഈ ഓട്ടയ്ക്കൻ്റെ ശ്വാസം വിടാൻ, അതിലാക്കിയിട്ട് എന്ത് ചെയ്യും? ബോംബെ തുറമുഖത്ത് കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്നാണ് എന്ത് പോവുക? കപ്പലിൽ കയറ്റിയിട്ട് സാധനം കൊണ്ടുപോവുക. അപ്പം അങ്ങനെ എല്ലാ ദിക്കുന്നും വന്ന കൊട്ടകളൊക്കെ അങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. ഞണ്ടുകളുടെ കൊട്ടേനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കെട്ടി വെച്ച് അതിങ്ങനെ കപ്പലിലേക്ക് കയറ്റാൻ പുറപ്പെടുമ്പോഴാണ് ഒരു ഭാഗത്ത് കുറേ കൊട്ടകളുണ്ട്. ഒരു കൊട്ടയും അടപ്പില്ലാത്ത കൊട്ട, ഒന്നും അടച്ചിട്ടില്ല, ഒക്കെ അങ്ങനെ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഓഫീസർ ചോദിച്ചു, എന്താണ് ഈ കൊട്ടയെന്ന് കെട്ടി മൂടാത്തത്? ഞണ്ടുകളൊക്കെ ചാടി പോവില്ലേ? നിങ്ങൾ എന്താ തല്ലിയെ കാണിക്കുക? കപ്പലിലേക്ക് കയറ്റണ്ടേ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ മറ്റേ ഓഫീസർ വന്നിട്ട് ജെ സാറ് ചാടില്ല എന്ന് എന്താ ചോദിച്ചു. അത് കേരളത്തിലെ ഞണ്ടാന്നും പറഞ്ഞു. ഇത് ചോദിച്ചു, അതെന്താ അത് കേരളത്തിലെ ഞണ്ടിന് വിശേഷം? അത് സാറിനെ അറിയാത്തോണ്ടാന്നും പറഞ്ഞു. താന്ന് പറയും കേൾക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോഴല്ലേ അത് സാറ് ഏതെങ്കിലും ഒരു ഞണ്ട് മെല്ലെ അരിച്ച് കയറി കൊട്ടയുടെ വക്കോളം കയറി പുറത്തേക്ക് ചാടാൻ പുറപ്പെട്ടാൽ അതിൻ്റെ അടിയിലിരിക്കുന്ന ഞണ്ട് പിടിച്ച് വലിച്ചങ്ങോട്ട് ഇട്ടോളൂ. ഈ അങ്ങനെ പോണ്ട. പിന്നെ ഇപ്പം വലിയ ആളായിട്ട് പോവുകയാണേ, പിന്നെ ഇവിടേക്ക് പാടോ നീയേ. അപ്പം നമ്മളായിട്ടാ പറയണ്ട, അത് അവർ തമ്മിൽ തന്നെ എന്തല്ലേ ഞണ്ട്. കേരളത്തിലെ ഞണ്ടിനും ഉണ്ടല്ലേ വിവരം. അതാണ് അങ്ങനെയാണ്. ഒന്നിനെയും നന്നാവാൻ സമ്മതിക്കില്ല. ഒന്നൊരു ലേശം 2 അടി ഉയർന്ന നന്മയ്ക്ക് പോയി അപ്പം പിടിച്ച് വലിച്ച് താഴേക്കിടും. ഈ മട്ടാണ്. അതുകൊണ്ട് അതല്ല ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? ജാമ്പവാങ്കാർന്നവർ എന്തിൻ്റെ നേതാവാണ്? ഒരു വലിയ ഒരു ഉണർവിൻ്റെയും ഉത്സാഹത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും പ്രേരണയുടെയും വെളിച്ചാണ് ആര്? ജാമ്പവാങ്കാർന്നവരും ഹനുമാൻ സ്വാമി. അത് ചാടിയത് ഹനുമാനാണെങ്കിലും ചാടിച്ചത് ജാമ്പവാനാണെന്നാ പറയുക. ചത്തത് കർണനാണെങ്കിലും കൊല്ലിച്ചത് ശല്യരാണ്. അതായത് കൊന്നത് അർജുനനായിക്കോട്ടെ, പക്ഷെ ഇത് പാകപ്പെടുത്തി ചപ്പാത്തി ഉണ്ടാക്കിയത് അമ്മയാണെങ്കിൽ കുഴച്ചുരുട്ടി വെച്ചതാരാ? അമ്മാവനല്ലേ പാകപ്പെടുത്തിയത്. അപ്പോൾ കർണനെ ഏതാണ്ട് പാകപ്പെടുത്തി കൊല്ലണ്ട പാകാക്കി വെച്ചതാരാണ്? ശല്യര്. കൊന്നത് അർജുനൻ എന്ന് പറയും പോലെ ഇവിടെ അതാണ്. അതുകൊണ്ട് പറഞ്ഞു ഹനുമാൻ വലിയ വരമൊക്കെ വാങ്ങി മഹാകേമനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ മഹിമയുടെ ഒരു വലിയ പ്രചോദനം ഇതാണ്. വരം കുറേ കിട്ടിയിട്ടുണ്ട്. ഹനുമാൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ കഥകളൊക്കെ കേട്ടു. അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തി അഞ്ജനാപുത്രനായിട്ട് ഈ ഹനുമാൻ്റെ ഉൽപ്പത്തിയൊക്കെ ഉണ്ടായത് നമ്മുടെ ഈ ഭാഗത്താണ് കേട്ടോ. ഏത് ഭാഗത്ത്? കർണാടകത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഹംപി എന്ന് പറഞ്ഞില്ലേ, അവിടെ ഹനുമാൻ ജനിച്ചൊരു കുന്നന്നെ ഉണ്ട്. വലിയ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം, ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിൽ കുറേ കുത്തനെ കയറി പോയാലേ അവിടെ ഒരു അമ്പലമുണ്ട്. ഹനുമാൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്ന സ്ഥലം ഇതൊന്നും പരദേശത്തൊന്നും അല്ല. നമ്മുടെ കർണാടകത്തിലും ആന്ധ്രയിലും മഹാരാഷ്ട്രത്തിലും കേരളത്തിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പരന്ന് കിടക്കുന്ന മഹിമകളാണ് നമ്മുടെ നാടിൻ്റെ മഹിമ. അങ്ങനെ പിന്നെയും മഹർഷിമാരൊക്കെ വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ആ മഹർഷിമാരുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന സമയത്ത് കാര്യം കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് കഥകളൊക്കെ കഴിഞ്ഞ് മഹർഷിമാരൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ പോയി. മഹർഷിമാരൊക്കെ പോയ സമയത്ത് ജനക മഹാരാജാവ് വന്നിരുന്നു. അദ്ദേഹം പോയി. ജനക മഹാരാജാവ് മാത്രമല്ല, എന്താണ്ടായിച്ചോ ഒരു യുദ്ധാജിത്തോ തഥേത്യാഹ ഗമനം പ്രതി രാഘവം. യുദ്ധാജിത്തമ്മാവൻ വന്നിരുന്നു. അമ്മാവനും പോയി. ആദ്യത്തെ തവണ പട്ടാഭിഷേകം നിശ്ചയിച്ച സമയത്ത് വരാത്ത 2 ആൾക്കാരാണ് പ്രത്യേകം വന്നത്. അതായത് മഹാരാജാവ് ദശരഥൻ പട്ടാഭിഷേകം നിശ്ചയിച്ച സമയത്ത്
രണ്ട് കൂട്ടരെ വെച്ച് എല്ലാരെയും വിളിച്ചു എന്ന് പറഞ്ഞു. ആരാ രണ്ട് കൂട്ടര്? നോ കേകയ രാജ്യാനം ജനകം വാ നരാധിപ. അങ്ങനെയല്ലേ ഉണ്ടായത്? നോ കേകയ രാജ്യാനം ജനകം വാ നരാധിപ. നോക്കൂ എന്താണ്ടായത്? ത്വരയാ ജാനയാമാസ പശ്ചാത്തൗ ശ്രോഷ്യത പ്രിയം. ധൃതി കൊണ്ട് അവരെയൊന്നും വരുത്തിക്കാൻ പറ്റിയില്ല. പശ്ചാത്തൗ ശ്രോഷ്യത പ്രിയം. പരിപാടി കഴിഞ്ഞിട്ട് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അവരെ രണ്ടു കൂട്ടരും വിളിക്കാതെ വിട്ടു. അപ്പോൾ അവർ രണ്ടു കൂട്ടരും വന്ന് ജനക മഹാരാജാവ് വന്നു. അദ്ദേഹത്തെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. പിന്നെ യുദ്ധാജിത്തു തഥേത്യാഹ ഗമനം പ്രതിരാഘവം. യുദ്ധാജിത്ത് കൈകേയിയുടെ സഹോദരൻ, അശ്വപതി മഹാരാജാവിൻ്റെ മകൻ, അതായത് കേകയത്തെ രാജാവ്. അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? രത്നാനി ചധനം ജൈവ ത്വയ്യേവ അക്ഷയമസ്തു ഇതി. സമ്മാനങ്ങളൊക്കെ കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായി. അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അദ്ദേഹം പോയ സമയത്ത് ഈ രാജാവ് ഇദ്ദേഹം അവിടെ ചെന്നു, എല്ലാവരെയും നമസ്കരിച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങി. രാമേണ ഹീകൃത പൂർവം. രാമൻ പോയി അമ്മാവനാരാ? യുദ്ധാജിത്തിനെ വലിയ ഭക്തിയോടെ അഭിവാദ്യം ചെയ്തു, നമസ്കരിച്ചു. അദ്ദേഹം പോവുകയും ചെയ്തു. അദ്ദേഹം പോയി ഏതാണ്ടൊക്കെ വന്നവരൊക്കെ അതിഥികൾ, വിശേഷപ്പെട്ട അതിഥികളൊക്കെ ഓരോരുത്തർ പോയി. എല്ലാവരും പോയ സമയത്ത് എന്താണ്ടായി ചോദിച്ചാൽ, ഈ വാനരന്മാരുണ്ട്, അഭിഷേകമൊക്കെ കഴിഞ്ഞാൽ അവിടെ താമസിക്കണോ വാനരന്മാര്. സുഗ്രീവനുണ്ട്, അതുപോലെ വിഭീഷണനുണ്ട്. ഇവരൊക്കെ ഭാര്യമാരോട് കൂടി വന്നു എന്ന് പറഞ്ഞു. പണ്ട് വിമാനത്തിൽ വന്നത് ഓർമ്മയില്ലേ ഇവര്? ഏത് വിമാനത്തിൽ? പുഷ്പക വിമാനത്തിൽ ലങ്കയിൽ നിന്ന് പോരുമ്പോൾ എന്താണ്ടായത്? അവർ പോന്നു. കിഷ്കിന്ധയുടെ മുകളിലെത്തിയപ്പം സീതാദേവി പറഞ്ഞില്ലേ, ഈ വാനരന്മാരൊക്കെ എത്രയോ ദിവസമായിട്ട് നമുക്ക് വേണ്ടി പണിയെടുക്കുക, ഭാര്യയും മക്കളൊക്കെ കഷ്ടത്തിലായിട്ട് അവിടെ ഇരിക്കണമെന്ന് നിശ്ചയില്ല. അവരെയൊന്നും കണക്കാക്കാതില്ലേ നമ്മുടെ കാര്യത്തിന് വന്നത്? അവരെ നമ്മളൊന്ന് പരിഗണിക്കണ്ടേ? അപ്പം ഇവരുടെയൊക്കെ ഭാര്യമാരെയും കൂടി ഒന്ന് കൂടെ കൂട്ടിയാലോ എന്നൊരു മോഹം ആര് പറഞ്ഞു? സീത പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമി നന്നായി ഇതൊക്കെയതങ്ങോട്ട് പെട്ടെന്ന് ഇപ്പോൾ നീ പറഞ്ഞപ്പോഴാണ് തോന്നിയത്. അപ്പോൾ തന്നെ വണ്ടി അവിടെ ഇറക്കി ആരെയും കൂടി കയറ്റി. രാക്ഷസന്മാരും വാനരന്മാരും അവരുടെ ഭാര്യമാരും കുട്ടികളും എല്ലാവരും എന്തിൽ കയറി? വിമാനത്തിൽ. വിമാനത്തിൽ എത്ര ആൾക്കാർക്ക് കയറാൻ പറ്റുമോ? ഇല്ലേ? അങ്ങനെ ഒരു സംശയമില്ലേ? അത് ഈ വിമാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആള് കയറുന്നതിനനുസരിച്ച് വണ്ടി വലുതാവും. നമ്മുടെ KSRTC ബസ് പോലെ. മനസ്സിലായില്ല? ഇപ്പോഴൊന്നുമല്ല, പണ്ട് പഠിക്കണ കാലത്തെ ഒരിക്കലും അന്ന് കോളേജിൽ എന്തോ ഒരു പ്രത്യേക വിശേഷാലുണ്ട്, പോകാണ്ട പറ്റില്ല, വിശേഷമായിട്ട് പോകേണ്ടതാ. അന്ന് പോണ കാലത്ത് ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് അന്ന് ഹർത്താല എന്തോ ജാതി ഉണ്ട്, ബന്ധം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഇനിയും വാഹനം ഒന്നുമില്ല. ഇത് പുറത്തേക്ക് ഇറങ്ങി വന്ന റോഡിൻ്റെ ഭാഗത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഉണ്ടെന്ന്. എന്ത് ചെയ്യും? ബസ് സ്റ്റോപ്പിൽ നിന്ന് കൈ ഇങ്ങനെ നീട്ടി, ഒരു സാധനം വരണില്ല, എന്തെങ്കിലുമൊക്കെ വണ്ടി അവരും ഇങ്ങോട്ട് പോകും. ബസ്സുകളും മനുഷ്യന്മാർ കയറുന്ന വണ്ടികളൊന്നും അങ്ങനെയൊന്നും ഇല്ലേ. ഒടുക്കാൻ കുറേ കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, അപൂർവം ചില KSRTC ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അന്നാണ്ട് നമ്മൾ ഈ ഹർത്താലിൻ്റെ അന്നാണല്ലോ ഈ തുരുമ്പ് പിടിച്ചത്, ചക്രം പൊട്ടിയത്, കമ്പി ഒടിഞ്ഞത്, തണ്ടൊടിഞ്ഞത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എണ്ണയും മെഴുക്കും കുഴമ്പൊക്കെ പരട്ടി ഒഴിഞ്ഞ തലോടെയൊന്ന് ഇറക്കി കൊണ്ടുവരുമല്ലോ. ഇതേ ജാതിയിൽ ഒന്ന് എവിടുന്ന് ഒരു KSRTC ബസ് ഇങ്ങനെ അത് വരുന്നത് കണ്ടാൽ തന്നെ ഓ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാനൊക്കെ തോന്നും. ബസ് വന്ന് നിർത്തി എന്നല്ല പറയുന്നത്, വയ്യാണ്ട് അങ്ങോട്ട് നിന്നു. അവിടെ സ്റ്റോപ്പിൽ അങ്ങനെ നിന്നപ്പോൾ ബസ്സിൻ്റെ ഒരു സമ്പ്രദായം എന്താ ചോദിച്ചാലേ, നിറയെ ആൾക്കാരാണ്. നിറയെ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഓട്ടയെ കൂടിയൊക്കെ താമരപ്പൂ വിരിഞ്ഞ മാതിരി ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ കാല് മാത്രം ഇതിൻ്റെ ഉള്ളിലിട്ടാണ് ഈ കാശ് കൊടുത്തത്. ശരീരമൊക്കെ പുറത്തൊക്കെ അന്തരീക്ഷത്തിലായിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നിറയെ ആളുകളാണ്. ഓട്ടയെ കൂടിയൊക്കെ തല പുറത്തേക്ക് ഇങ്ങനെ. പിന്നെ ആളുകൾ തലയൊക്കെ പുറത്തേക്ക് ഇട്ട് നമ്മൾ ഈ മത്തങ്ങയുടെ കുരു നട്ടത് വെയിലും വെളിച്ചം കാണാൻ അതിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന മാതിരി. ഈ മത്തങ്ങയുടെ കുരു നട്ടിട്ട് നമ്മൾ ഈ കോഴിയുടെ അസ്കതയ്ക്ക് ഇങ്ങനെ മടൽ വെട്ടി വെച്ചാൽ എന്തുണ്ടാവും? അതിൻ്റെ തൈ ഇങ്ങനെ വെയിൽ കാണാനായിട്ട് ഇങ്ങനെയൊക്കെ വളഞ്ഞ് നീണ്ട് അതേ ജാതിയിൽ ആളുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് പടർന്ന് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്, വെയിലും കാറ്റൊക്കെ കൊള്ളാനേ. അങ്ങനെ ഇതങ്ങോട്ട് നിർത്തിയപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ പഴുത് തന്നാൽ ഇഷ്ടിയാണ് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന കേട്ടപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞാൽ കയറിക്കോളോ പറഞ്ഞു. നമുക്ക് ഇത്തിരി സ്ഥലം മതിയാവിച്ചിട്ടാവും. അങ്ങോട്ട് കയറിയപ്പോൾ ഒരു സൗകര്യം എന്താണെന്നറിയോ? നമ്മളങ്ങ് നിന്നെടുത്താൽ മതി. എന്താ കാരണം? പിടിക്കണ സാധനങ്ങളൊന്നും നമുക്ക് കാണണമെങ്കിലൊന്നുമില്ല, ഒക്കെ നാട്ടുകാർ പിടിച്ച് തീർത്തു. പിന്നെ നമ്മൾ വെറുതെ നിന്നാൽ മതി. കാരണം വെച്ചാൽ പഴയ കാലത്ത് റേഡിയോ കണ്ടില്ലേ, മറ്റേ ഇങ്ങനെ അടുക്കടുക്കായിട്ട് മറ്റേ തീർന്നേ ഇത് ബാറ്ററി ഇടുന്ന റേഡിയോ ഉണ്ട്, അതേ ജാതി അങ്ങനെ നിൽക്കുക. വണ്ടി വളവ് ഒന്നും നമ്മളൊന്നും അറിയില്ല, അത്യാവശ്യം ഒക്കെ ഇതിൽ കഴിയും. അങ്ങനെ നിൽക്കുക. അപ്പോഴേക്ക് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നുണ്ട്, അവിടെ നിന്നൊക്കെ ആൾ കയറുന്നുണ്ട്. ഇങ്ങനെ കയറിയ കുറേ അപ്പോഴേക്ക് അയ്യോ ആളുകളിങ്ങനെ ശ്വാസം മുട്ടിയിട്ടേ. ചിലരൊക്കെ ശ്വാസം നാളെ വിടാന്ന് പറഞ്ഞ് നിർത്തിയവരുണ്ട്. പിന്നെ ഇന്നലെ വിട്ട് നിന്ന് വലിക്കേണ്ട, ഇറങ്ങിയിട്ട് വലിക്കാന്ന് അങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റുള്ള ആളുകളതിലുണ്ട്. അങ്ങനെ ആളുകളതിലിരിക്കുന്ന സമയത്താണ് എന്താ ചോദിച്ചാൽ കുറേ പിന്നെയും ഓരോ സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റണ്ടേ. ആളെ കയറ്റി കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ശബ്ദം കേട്ടിരിക്കുന്നു, കട്ടട്ടർ പറഞ്ഞ ശബ്ദം. അപ്പോൾ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, പേടിക്കണ്ട ബസ് വലുതായതാണെന്നും പറഞ്ഞു.
പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല അതെന്താ വെച്ചോ, ആളുകളുടെ മർദ്ദം അങ്ങോട്ട് കൂടിയപ്പോഴേ ഇതൊക്കെ തുരുമ്പ് പിടിച്ച കമ്പിയൊക്കെ ഇല്ല, അതതിൻ്റെ ആണി ഊരിയിട്ട് ബസ് ഉയരം കുറഞ്ഞ് വീതി കൂടി കൊടുത്തു അങ്ങനെ അങ്ങോട്ട്. അതാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടായി. എന്താ, ഒരു വലിയ കണ്ട് വലിച്ചു, പഴുത് കിട്ടിയപ്പോഴാണ് വലിച്ചതേ. അന്ന് ആ ബസ് കയറിയപ്പോഴാണ് നമ്മൾക്ക് പിന്നെ രാമായണം വായിച്ചപ്പോണ്ട ഈ അനുഭവം മനസ്സിലായി. പുഷ്പക ഏതാണ്ട് ജാതിയാ എന്ത് ആള് കയറുന്നതിനനുസരിച്ച് വലുതാവുന്ന ബസ്സൊക്കെ നമ്മുടെ അത് ബസ്സിൻ്റെ മാത്ത് ഉരുമ്പ് പിടിച്ച ജാതി ആയതുകൊണ്ട് പൊളിഞ്ഞു പോയത് വയറ് പൊളിഞ്ഞതല്ലത്. ഇതെന്താ വെച്ചാൽ എത്ര കണ്ട ആള് കയറണോ അത്ര കണ്ട് എന്തു കൂടി വരും, സീറ്റുകളും കസേരകളും സൗകര്യം. അത് വല്ലാത്തൊരു സൗകര്യമാണ്. ആ വിമാനത്തിൽ എല്ലാവരും കൂടി കയറ്റി കൊണ്ടുപോകുന്നു. എല്ലാവരും തിരിച്ചു പോന്നേ. അപ്പം ആ വന്ന വാനരന്മാരെല്ലാവരും രാക്ഷസന്മാരും ഒക്കെ എവിടെ ഉണ്ട്? ഈ ലങ്കയിൽ നിന്ന് പോകുന്നവരും കിഷ്കിന്ധയിൽ നിന്ന് പോകുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടി ഇപ്പോൾ ലങ്കയിൽ നിന്നാണല്ലോ പോകുന്നത്. അപ്പോൾ അവരെയൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞേക്കാനായിട്ട് പുറപ്പെട്ടു. വാനരന്മാരൊക്കെ വന്നു. എല്ലാവരെയും സന്തോഷിച്ചിട്ട് നല്ലോണം വലിയ സ്നേഹത്തിൽ ശ്രീരാമൻ എന്ത് ചെയ്തു, രാമൻ്റെ കൊട്ടാരത്തിലാണ് സുഗ്രീവൻ താമസിക്കുന്നത്. അവരെയൊക്കെ വിളിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ഓരോരുത്തരൊക്കെ സന്തോഷമായിട്ട് പറഞ്ഞയച്ചു പോണ സമയത്ത് ഈ വിഭീഷണനോട് ചോദിച്ചു. വിഭീഷണൻ ലങ്കയിലത്തെ രാജാവാണല്ലോ, അങ്ങക്ക് എന്താ വേണ്ടത്? സന്തോഷമായി, ഞങ്ങളെങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് പടക്കി വന്നൂല്ലോ, എന്താ അങ്ങക്ക് വേണ്ടത്? ഒരു സന്തോഷം. അപ്പം വിഭീഷണൻ തൊഴുതിട്ട് പറഞ്ഞു, ഒന്നും വേണ്ട, എനിക്ക് ഒന്നേ വേണ്ടു. എന്താ വേണ്ടതെന്നറിയും? മാച ബുദ്ധി. അതാണ് മാച ബുദ്ധിം അധർമ്മേ ത്വം കുര്യാ രാജൻ കഥഞ്ജന. എന്തുണ്ടാവരുത്? ഒരു കാലത്തും എൻ്റെ ബുദ്ധി അധർമ്മത്തിൻ്റെ വഴിയിലേക്ക് പോവരുത്, അത്രയേ ഉള്ളൂ. ബുദ്ധിമന്തോ ഹി രാജാനോ ധ്രുവമശ്നന്തി മേദിനി. നല്ല ബുദ്ധിയുള്ള രാജാക്കന്മാർക്കേ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഇത്രയേ വേണ്ടു. അങ്ങയുടെ മഹിമയായിട്ട് എനിക്ക് എന്നും ധർമ്മത്തിൻ്റെ വഴിയിൽ കൂടി ജീവിക്കാൻ സാധിക്കണം. ആരെ അനുഗ്രഹിച്ചു? വിഭീഷണനെ അനുഗ്രഹിച്ചു. അപ്പോൾ വാനരന്മാരോട് ഒക്കെ ചോദിച്ചു എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ഒന്നും വേണ്ട, അങ്ങയുടെ ഈ സ്നേഹവും ഈ ഒരു സൗഹാർദ്ദം അതെന്നും എനിക്കുണ്ടാവണം. അതായിക്കോട്ടെ, സന്തോഷമായി, അനുഗ്രഹിച്ചു. അപ്പോൾ ഹനുമാനോട് ചോദിച്ചു, ഹനുമാനെ എന്താ വേണ്ടത്? ഹനുമാൻ പറഞ്ഞു, എനിക്കൊരു സംഗതിയേ വേണ്ടു. എന്താ വേണ്ടതെന്നറിയോ? സ്നേഹോമേ പരമോ രാജൻ ത്വയി തിഷ്ഠതോ നിത്യത. എന്നും എൻ്റെ സ്നേഹം അങ്ങയുടെ മഹിമയിൽ ഉറച്ചിരിക്കണം. അത്രമാത്രം പോരാ, എന്ത് വേണം? ഭക്തിശ്ച നിയതാവീര ഭാവോ നന്യത്ര ഗച്ഛതു. എപ്പോഴും ഭക്തി അങ്ങയുടെ പാദത്തിലാവണം. എൻ്റെ മനോഭാവം അങ്ങയുടേതല്ലാത്തൊരു ദിക്കിലേക്ക് പോവരുത്. അത് മാത്രം പോരാ, ഒരു വരം കൂടി എനിക്ക് തരണം. എന്താ വേണ്ടതെന്നറിയോ? യാവത് രാമകഥാവീര ചരിഷ്യതി മഹീതലേ താവൽ ശരീരേ വത്സ്യന്തി പ്രാണാമമ ന സംശയ. രാമകഥ, രാമനാമം ലോകത്തിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ലോകത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം തരണം. രാമകഥയും രാമനാമം ലോകത്തിൽ എത്ര കാലം ഉണ്ടാവും അത്രയും കാലം ലോകത്തിൽ വസിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഇത്രയേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. അപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി എന്ത് ചെയ്തു? ഇത് കേട്ടപ്പം ഉത്ഥായ സസ്വജേ സ്നേഹാൽ വാക്യമേതതു വാചഃ. എണീറ്റിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ശ്രീരാമചന്ദ്രസ്വാമി എന്ത് പറഞ്ഞു എന്നറിയൂ? ഏവമേതൽ കപിശ്രേഷ്ഠ. അതങ്ങനെ വരുള്ളൂ വാനരശ്രേഷ്ഠ, അതിൽ മാറ്റം ഉണ്ടാവില്ല. അങ്ങയുടെ ആ ഒരു വലിയ കൽപ്പന പോലെ ഇരിക്കട്ടെ. നോക്കൂ, ഭവിതാന്ന് അത്ര സംശയം വേണ്ട കേട്ടോ. ലോകത്തിലെ രാമകഥ ഉണ്ടാവുന്നിടത്തോളം കാലം അങ്ങ് ലോകത്തുണ്ടാവും. അങ്ങനെ ഹനുമാൻ എല്ലാ കാലത്തും ലോകത്തിലും ഉണ്ട്. രാമൻ ജപിക്കണക്കിലൊക്കെ ആരുണ്ടാവും? അതാണ്, രാമകഥ പറഞ്ഞിക്കലൊക്കെ അദ്ദേഹം ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ഒരു അടയാളമൊക്കെ കാണിക്കുകയും ചെയ്യും പലപ്പോഴും. അങ്ങനെയൊക്കെ ഉണ്ട്. വന്നതായ വിവരം കാണിച്ചിട്ടേ പോവുള്ളൂ. ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം നിരന്തരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എന്നിട്ട് എന്തേ ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിനൊരു തതോസ്യഹാരം. അപ്പോൾ ഇദ്ദേഹമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ? തതോസ്യഹാരം ചന്ദ്രാഭം മുച്യകണ്ഠാൽ സരാഘവ വൈഡൂര്യതരളം കണ്ഠേ ബന്ധ ഹനുമത. രാമൻ തൻ്റെ കഴുത്തിൽ നിന്ന് നല്ലൊരു വൈഡൂര്യരത്നമാല ഇങ്ങോട്ട് ഊരിയിട്ട് ഹനുമാന്റെ കഴുത്തിൽ അങ്ങോട്ട് കെട്ടിക്കൊടുത്തു. ഒരു അവാർഡ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണല്ലോ രാഷ്ട്രപതി അവാർഡ് കൊടുക്കുക. എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് ഊരിയിട്ടല്ല എന്ന് മാത്രമേ, അതൊരു വ്യത്യാസം. അതവിടെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ചതെടുത്ത് കഴുത്ത് ചട്ടി കെട്ടി കൊടുക്കേ പതിവുള്ളൂ. നല്ലത് കഴുത്തി കെട്ടി കൊടുത്തൊരു ആദരിക്കലുണ്ട്, ശരിയല്ലേ ഇത്? എന്നതുപോലെ ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ കഴുത്തി കിടക്കണേ ആ മാലയുടെ മഹിമയുള്ള മാല എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അങ്ങോട്ട് കെട്ടിക്കൊടുത്തു. എന്നിട്ട് പറയും ചെയ്തു, നല്ലോണം ആ മാലയാണെങ്കിലോ ഹനുമാന്റെ ആ വലിയ മാറിൽ സത്സലായിട്ട് ഭംഗിയിൽ അങ്ങനെ നന്നായിട്ട്
മിന്നിത്തിളങ്ങി നിന്നു എന്നാ പറയുക. അപ്പോഴേക്ക് എല്ലാവർക്കും ഇവരൊക്കെ പോകാൻ പുറപ്പെടല്ലേ, വലിയ ദുഃഖമായി എല്ലാവർക്കും. രാമനെ വിരിഞ്ഞ് പോവല് വാനരന്മാർക്ക് അസഹ്യം, വിഭീഷണനോ അതിലേറെ അസഹ്യം. അങ്ങനെ ഉണ്ടായത്. അങ്ങനെ അവരൊക്കെ പറഞ്ഞയച്ചപ്പോഴാണ് വിമാനം ഉണ്ട് അവിടെ ഇരിക്കണേ. ഏത് വിമാനം? പുഷ്പകം വന്നിട്ട് ചോദിച്ചു, ഞാൻ ഇനി എന്താ വേണ്ടത് ചോദിച്ചു. ഇപ്പൊ പുഷ്പകത്തിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ലങ്കയിൽ നിന്ന് പുഷ്പകത്തിലാണല്ലോ വിഭീഷണൻ പറഞ്ഞയച്ചത് ഇങ്ങടെ. അപ്പൊ പുഷ്പകത്തിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ ആവശ്യമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അങ്ങ് പൊയ്ക്കോളൂ എന്നും പറഞ്ഞു. അപ്പോൾ പുഷ്പകം പറഞ്ഞു, ഇല്ല ഞാൻ പോവില്ല, ഞാൻ അങ്ങേ സേവിക്കാൻ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ പോകുക എന്നും പറഞ്ഞു പുഷ്പക വിമാനേ. അപ്പോൾ രാമൻ പറഞ്ഞു, അത് വേണ്ട, അങ്ങ് വാസ്തവത്തിൽ ആരുടെയാണത്? കുബേരൻ്റെയാണ്. അന്യൻ്റെ വസ്തു നമ്മൾ എന്ത് ചെയ്യരുത്, അത് നമ്മൾ അന്യൻ്റെ വസ്തു നമ്മൾ എങ്ങനെ കൈക്കലാക്കിയാൽ എന്താവില്ല, നന്നാവില്ല. അന്യൻ്റെ വസ്തു നമ്മൾ കൈക്കലാക്കിയാലും അവർ തന്നിട്ട് നമ്മൾ കൈകാര്യം ചെയ്താലും ഒരു നന്നാവേണ്ടത്. അത് അന്യൻ്റെ വസ്തു കൈകാര്യം ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. അന്യവസ്തു വെച്ചാൽ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ. പറയാന്ന് വെച്ചാൽ നമ്മുടെ ലോകത്താണെങ്കിൽ പോലും മറ്റൊരാളുടെ വസ്തു നമ്മൾ എടുത്ത് പെരുമാറുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടോ, നല്ലോണം പരമാവധി അന്യൻ്റെ വസ്തു എടുക്കാണ്ടിരിക്കുക. അത്യാവശ്യമായിട്ട് എടുത്തേ പറ്റുള്ളൂ വെച്ചാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇല്ലെങ്കിൽ മഹാമോശാണ്, ബന്ധങ്ങളൊക്കെ മോശമാവും. വെറുതെ പറയില്ല. ഇവിടെ വടക്കേല അമ്മൂട്ടിയമ്മ കാശിക്ക് പോകുന്ന സമയത്ത് ഒരു ഉരുളി ഉണ്ടായിരുന്നു. നമ്മുടെ വടക്കേ വാതിലിന് ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ ഉരുളി എവിടേക്ക് കൊണ്ടുവന്നു, നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു. തിരുമേനി ഇതൊന്നും ഇവിടെ കമഴ്ത്തിക്കോട്ടെ ചോദിച്ചു. അവിടെ വെച്ചാൽ ഇഷ്ടം പോലെ ഉരുളി മതി, ഇതൊക്കെ വടക്കേ മുറി നിറയെ ഉണ്ടല്ലോ, അങ്ങ് വഴുത്തിക്കോളൂ പറഞ്ഞു. ആ മുറി തുറക്കാറൊന്നുമില്ല, പഴയ 100-500 കൊല്ലം മുമ്പ് പഴക്കമുള്ള പാത്രങ്ങളൊന്നും വേണം, ആവശ്യത്തിന് എപ്പോഴെങ്കിലൊക്കെ പോയിട്ടു. നിത്യാവശ്യത്തിനുള്ള പാത്രങ്ങളൊക്കെ പുറത്തുണ്ടേ, അപ്പം അതുകൊണ്ട് ആ പൂട്ട് തുറക്കുക പതിവൊന്നുമില്ല. അപ്പം പൂട്ട മറ്റേതിൻ്റെ മേപ്പടിയുമ്പിലുണ്ട്. അപ്പം അതിമൊന്ന് എടുത്ത് മുട്ടമ്മോടെ പറഞ്ഞു, അതിമൊന്ന് എടുത്ത് തുറന്ന് അവിടെ കമഴ്ത്തി അടച്ച് ഇങ്ങോട്ട് പോന്നോളൂ എന്നും പറഞ്ഞു. അപ്പം യമനെ തുറന്ന് ഉരുളി അവിടെ കമഴ്ത്തി പോയി. പിന്നെ ഒരു കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് കാശിയിലൊക്കെ പോയി പലയിക്കലും തൊഴിലൊക്കെ കഴിഞ്ഞ് പല വ്യവഹാരം കഴിഞ്ഞിട്ട് യമൻ 5-6 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതേ. തിരിച്ചു വന്നു, തിരുമേനി ഉരുളി എടുക്കട്ടെ ചോദിച്ചാൽ എടുത്തോളൂ എന്നും പറഞ്ഞു. അപ്പോൾ നമ്മളെ കസേരയുമ്പോൾ തന്നെ ഉണ്ടേ. അതാണ് എണ്ണിക്കാൻ വയ്യാത്ത ആളൊന്നുമല്ല, എന്നാലും അങ്ങനെ ഒരേ സമയത്താണ് വന്നത്. എടുത്തോളൂ. അന്നായമ്മ മഴുത്തിയതിൻ്റെ ശേഷം ആ മുറി ആരും തുറന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലേ. ഭീമനെ പോയി താക്കോല് കൊണ്ടുവന്നു, മുറി തുറന്നു, ഉരുളി എടുത്ത് വന്നപ്പോൾ നല്ല ചിരി, എന്തോ ഒരു ചിരിയായിരുന്നു. നല്ല വെള്ളോട്ടുരുളി തേച്ച് വെച്ച മാതിരി ഉണ്ടായിരുന്നു. ആ മുഖമൊക്കെ തെളിഞ്ഞിട്ട് നല്ല സ്വർണം പോലെ ഉണ്ടായിരുന്നു. ഈ ഉരുളിയും കൊണ്ട് തിരിച്ചു പോകുമ്പം എങ്ങനെയുണ്ട് മുഖം എന്നറിയോ? നമ്മുടെ ഉരുളി നേദ്യം കഴിഞ്ഞ് അടുപ്പത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കി കമഴ്ത്തിയാൽ എങ്ങനെ ഉണ്ടാവും തേക്കണതിൻ്റെ മുമ്പ്? മനസ്സിലായില്ലേ? അജ്ജാതിരി കരി നിറം യമള മുഖം. അപ്പം നമ്മൾ ചോദിച്ചു, എന്താ അമ്മൂട്ടമ്മ മുഖത്തൊരു പ്രസാദം ഇല്ലല്ലോ ചോദിച്ചു. അപ്പം അമ്മൂട്ടമ്മ പറഞ്ഞു, ഉരുളിക്ക് തേയ്മാനമൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. ഒരു പോക്കം അങ്ങോട്ട് പോയി. ഉരുളിക്ക് എന്തുണ്ടെന്ന്? ആ പനിയുണ്ട്, ജലദോഷം ഉണ്ടെന്നല്ല, തേയ്മാനം ഉണ്ടെന്ന്. എന്താർത്ഥം? 6 മാസം നമ്മൾ യമടെ ഉരുളിയിൽ വെച്ചുകൊണ്ടുവന്ന് നമ്മൾ ആ സാധനം കൈയോട്ട് തൊട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? യമനെ തുറന്ന മുറി, യമനെ വെച്ച മുറി, യമനെ അടച്ച മുറി, യമനെ എപ്പോൾ വന്ന് തുറന്ന് യമനെ എടുത്ത് യമനെ കരിമുഖമായിട്ട് പോവുകയും ചെയ്തു. ഉണ്ടല്ലേ? അപ്പം അന്യൻ്റെ വസ്തു നമ്മുടെ മുറിയിൽ കുറച്ച് ദിവസം ഇരുന്നത് കാരണമല്ലേ ഇപ്പം ഈ ചീത്തപ്പേര് കേൾക്കേണ്ടതായിട്ട് വന്നത്? ഇല്ല വെച്ചാൽ ഉണ്ടാവുമോ? അപ്പം അന്യൻ്റെ വസ്തു നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വല്ലാതെ ശ്രദ്ധ നല്ലോണം വേണമെങ്കിൽ പേര് ചീത്തയാവാൻ വേറെ ഒന്നും വേണ്ടേ. അങ്ങനെയുണ്ട്. അന്യൻ്റെ വസ്തു വെച്ചാൽ അത് പണ്ട് തൊട്ടടുത്ത് വലിയൊരു പറമ്പ്, അവിടെ വലിയ വിസ്താരമുള്ള തെങ്ങിൻ തോട്ടമുണ്ടല്ലോ, അതേതോ ഒരു അന്യതിക്കുന്നൊരു വലിയ പണക്കാരൻ വന്ന് ദുബായിക്കാരൻ വന്ന് വാങ്ങിയ പറമ്പേ, തൊട്ടടുത്ത പറമ്പാടേ. അപ്പം അദ്ദേഹം ഇടയ്ക്കെപ്പോഴെങ്കിലും വരും, ഒന്ന് നോക്കും, പോവും, വരും, പോവും. പടിപ്പരയിലൊക്കെ വന്നിടയ്ക്ക് തിരും സംഭാരം ഉണ്ടോ, വെള്ളം കൊടുക്കും. വലിയ തിരുമേനി ഒന്ന് നോക്കണേ. എന്ത് നോക്കണേന്ന്? പറമ്പേ. നമ്മളാ അന്യ നാട്ടിലൊരാൾ ഇവിടെ ഒരു സൗകര്യം ഇല്ലാതെ പാവം പലയതിക്കുന്നു വിഷമിച്ച് പറഞ്ഞ ആളല്ലേ. നമ്മൾ രാവിലെ അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞാൽ തട്ടി കൊടുത്ത് അഴിക്കണതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? ഇത് നല്ലോണം നോക്കും. പറമ്പിലൊക്കെ നടന്ന് ഓലയുടെ മറലൊക്കെ അപ്പുറത്ത് കൂട്ടിയിട്ടും നാളികേരൊക്കെ പറിക്കാൻ നെടുമ്പരയിൽ കൊണ്ടുപോയിട്ടും ഈ കൊലച്ചിലും കൊതുമ്പൊക്കെ കൊണ്ട് ഇപ്പുറത്ത് കൂട്ടിയിട്ടും അങ്ങനെ വളരെ നമ്മുടെ പറമ്പിലെ നാളികേരൊക്കെ അവിടെ കിടന്ന് മുളച്ചു പോയിട്ടിപ്പം പെറുക്കാനാളില്ലേ ആയതുകൊണ്ടേ. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞതല്ലേ നിരീച്ചിങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമ്മൾ അങ്ങാടിയിൽ കൂടെ പോകുമ്പോൾ ഇയാൾ അങ്ങാടിയിൽ നിന്ന് പറയുകയാണേ, എൻ്റെ പറമ്പ് നോക്കി നടത്തി തിരുമേനി പണക്കാരനായി എന്ന്. ഇപ്പം എന്തുണ്ടായത്? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടതെന്നല്ല, സൂക്ഷിച്ചോളൂ എന്നാണ് പറഞ്ഞത്. നല്ല സൗകര്യമാണ്. എന്തിന്? ചീത്തപ്പേരുണ്ടാവാൻ ഇതിലേറെ സൗകര്യപ്പെട്ട ഒരു ഏർപ്പാട് വേറെയില്ല. നോക്കൂ, പുഷ്പകാരുടെയാണ്, തൻ്റെ അല്ല.
വിഭീഷണൻ തനിക്ക് തന്നതാണ്. രാവണൻ്റെ അവകാശത്തിൽ ഇരുന്ന വസ്തു ഇപ്പോൾ വാസ്തവത്തിൽ ആരുടെ അവകാശത്തിൽ ഇരിക്കുന്നതാണ്? വിഭീഷണൻ്റെ. വിഭീഷണൻ തനിക്ക് തന്നു. രാമൻ ചിന്തിച്ചു, തൻ്റെ അല്ല, വിഭീഷണൻ്റെ അല്ല, രാവണൻ്റെ അല്ല, ആരുടേത്? കുബേരൻ്റെയാണ്. വിമാനത്തിനോട് പറഞ്ഞു, ഹേ വിമാന, കുബേരനെ സേവിക്കാൻ പോയിക്കോളൂ, എനിക്കിപ്പോൾ ഇനി ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിമാനം, നല്ല അങ്ങയെ സേവിക്കാൻ തന്നെ ഇരിക്കുകയാണ് ഞാൻ. കുബേരൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞേ, എന്ത് പറഞ്ഞു? രാമനെ സേവിച്ചോളൂ, എനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല. രാമൻ പറഞ്ഞു, വേണ്ട, അങ്ങ് പോയിക്കോളൂ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ സ്മരിക്കുക, അപ്പോൾ വന്നാൽ മതി എന്നും പറഞ്ഞു. ഇതിന് വണ്ടി, നമ്മൾ സ്വന്തമായിട്ട് വണ്ടി വേണ്ട, അത്യാവശ്യം നമ്മൾ ഓട്ടോറിക്ഷനെ വിളിച്ചാൽ പോരെ, അതിൽ നല്ലത് കൊണ്ടുനടക്കാൻ എന്ത് പാട്ടാണ്. അപ്പം അതുകൊണ്ട് പോയിക്കോളൂ. അങ്ങനെ ഈ പുഷ്പകത്തിന് ആരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇല്ലെങ്കിൽ അത് വലിയൊരു അഭിമാനമായിട്ട് തൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ കെട്ടി അലങ്കരിച്ച കാർപോർച്ചിലൊന്നും വെച്ചില്ല. ആര് ഉണ്ടോ? എന്താർത്ഥം? രാമൻ്റെ ഒരു സ്വഭാവ സമ്പ്രദായം പറയാച്ചാലേ പൊങ്ങച്ചും കെട്ടുകാഴ്ചയൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം അല്ല. വിമാനം വേണ്ട, ആവശ്യമില്ല. ഇനി വേണമെന്നത്ര അങ്ങോട്ട് നിർബന്ധമായിട്ട് ആവശ്യം ഉണ്ടാവുന്ന സന്ദർഭം വരുമ്പോൾ എന്ത് ചെയ്യാം? സ്മരിക്കാം. സ്മരിക്കുമ്പം വന്നാൽ മതി. അങ്ങനെ പുഷ്പകവും പോയി. പുഷ്പകത്തിനെ പറഞ്ഞയച്ചു. പുഷ്പകം പോയി, അതതിൻ്റെ സമ്പ്രദായത്തിൽ അവിടെ എത്തി. അക്കാലത്ത് എന്താ ഉണ്ടായി ചോദിച്ചാൽ എല്ലാം കഴിഞ്ഞു. കൊട്ടാരത്തിലൊക്കെ എല്ലാ സ്ഥിതിയും ഗതിയൊക്കെ കഴിഞ്ഞ ആ സമയത്താണ് ഇനിയിപ്പോൾ ഏതാണ്ട് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ആയി. വന്നവരൊക്കെ പോയി, വിരുന്നുകാര്, ബന്ധുക്കളെ, കുടുംബക്കാരെ ഇവരൊക്കെ പോയി, സമാധാനമായി, പ്രാപ്തിയായി, ഒക്കെ ഒരു രൂപമായി. അങ്ങനെ രൂപമായിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴാണൊന്ന് സീതയുടെ കൂടെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരായത്. ഇപ്പോൾ എത്ര കൊല്ലമായി? കാട്ടിൽ നിന്ന് 14 കൊല്ലമായില്ലേ. രാമനിപ്പോൾ എത്ര വയസ്സുണ്ടാവും? നല്ല കഥ. കൊട്ടാരത്തില് വിവാഹം 12, 12ഉം 13ഉം കാട്ടിക്ക് പോകുമ്പം 25, 25ഉം 14ഉം 39. നീ സീതയ്ക്ക് അപ്പം എത്ര വയസ്സുണ്ടാവും? ഒരു 6 വയസ്സ് കുറച്ചാൽ പോരെ? അത് ശരിയല്ലേ ഇത്? അതായത് കാട്ടിക്ക് പോകുമ്പോൾ സീതയ്ക്ക് 18, 18ഉം 14ഉം പിന്നെ 32, 33 വയസ്സ് സീതയ്ക്കുണ്ട്. ഒരു 38, 39 വയസ്സ് രാമനുണ്ട്. അവർ അപ്പം ഏതാണ്ട് അവർ രണ്ടുപേരും 39 വയസ്സുള്ളൊരു പുരുഷനും 32 വയസ്സുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാരത്തി കുട്ടികളും ഓടിച്ചാടി അങ്ങനെ പടക്കം പറഞ്ഞ് നടക്കണവരൊന്നുമല്ല. ഏത് പ്രായത്തിലെത്തിയവരാണ്? ഒരു പക്വതയുള്ള പ്രായത്തിലെത്തിയവരാണ്. ശരിയല്ലേ ഇത്? ആ പ്രായത്തിലാണ് ഇപ്പോൾ ആര് രാജാവായത്? രാമൻ രാജാവായി. രാമനും സീതയും കൂടി ഇങ്ങനെ സമാധാനമായിട്ട് കഴിച്ചു കൂട്ടണം. വലിയ സൗഹൃദം, എത്തൊക്കെ ദുരിതം കഴിഞ്ഞിട്ട് അവിടെ എത്തിയത്. അപ്പോൾ ഒന്നും പറയണ്ട, എന്തൊക്കെ ജാതി കടമ്പകൾ കടന്നിരിക്കണോ ഇത്രയും കാലത്തിനിടയ്ക്ക്. 39 വയസ്സിനിടയ്ക്ക് രാമൻ പല ജാതി കടന്ന് കയറിയിട്ട് അവിടെ എത്തിയതേ, ഒന്നും പറയണ്ട. അങ്ങനെയൊക്കെ അവിടെ എത്തി, പറഞ്ഞത് കാര്യമില്ല. അങ്ങനെ ഇരിക്കണ കാലത്താണ് സീത ഗർഭിണിയായി. ഗർഭമൊക്കെ ഉണ്ടായി സീതയ്ക്ക് ഗർഭമൊക്കെ ഉണ്ടായിട്ടിരിക്കണ കാലത്താണ് ഒരു ദിവസം രാജാവ് രാമൻ കൊട്ടാരത്തിൽ ഓരോ തിരക്കുണ്ട്, കേമായിട്ടുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞ ഒരു ദിവസം വരുമ്പോൾ ചോദിച്ചു, എന്താ ഉണ്ടായത്? അപത്യലാഭോ വൈദേഹി മമായം സമുപസ്ഥിത. സന്താന ഭാഗ്യം ഉണ്ടാവാൻ പോവല്ലേ കുട്ടിയെ? അതെ. അതുകൊണ്ട് കിമിച്ഛസി വരാരോഹേ കാമ കിം ക്രിയതം തവ. എന്താ എൻ്റെ മോഹം? അത് പറയൂ. ഗർഭമുള്ള കാലത്ത് ചില മോഹങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് മോഹം എന്നുണ്ട്, അതിന് ഗർഭമൊന്നും വേണ്ട. ഗർഭം കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. എന്തിന് ഇല്ലേ? മോഹങ്ങൾ ഓരോന്നുണ്ടാവില്ല. അതിന് ഗർഭദോഹദം എന്ന് അതിന് പറയുക. ഈ ഗർഭകാലത്ത് ഉണ്ടാവില്ല പ്രത്യേക മോഹം. പച്ചപ്പുളി, എന്താ കാന്താരി മുളക്, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ പറയുന്നതായിട്ടില്ലേ? അമ്മമാരെ പറയുന്നതായിട്ടില്ലേ? അതന്നെ, അതിനാണ് ഗർഭദോഹദം എന്നാ പറയുക. ഗർഭദോഹദം ഗർഭകാലത്ത് ഉണ്ടാവുന്ന ചില വിശേഷാൽ മോഹങ്ങൾ. അപ്പോൾ സീതയോട് ചോദിച്ചു, സീതേ കിമിച്ഛസി വരാരോഹേ, എന്താ കുട്ടിയെ വേണ്ടു നിനക്ക്? അതുകൊണ്ട് എന്ത് ചെയ്യൂ? എന്താ ശാ പറഞ്ഞോളൊരു വിഷമവും ഇല്ലേ? എന്ത് പറഞ്ഞ ശാ? അപ്പോൾ സീത നമ്മുടെ നാട്ടിലേശം എന്താ പറയുക? അങ്ങനെ ചോദിച്ചപ്പോൾ ഓർമ്മ പറയും, 10 കിലോ മാങ്ങ, പിന്നെ ചേന, ചേമ്പ്, അത് ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണ് ചോദിക്കുകയെന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിക്കും. പണ്ട് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ എന്താ കുട്ടിയെ മോഹം ചോദിച്ചു. എന്താ മറ്റേ പായ പരത്തനമാരിൽ ദോശയുടെ പേരെന്താ? അങ്ങാടിയിൽ നിന്ന് വാങ്ങിത്തരണേ. തന്നെ ജാതിയൊന്നും വേണമെന്ന്. അപ്പോൾ ഏറൊക്കെ ഇവിടെ നിന്ന് ഇതിന് കിട്ടിയിരുന്നാണ്. വിസ്താരമുള്ളൊരു സാധനമില്ലേ? പാത്രത്തിലോ ഒതുങ്ങില്ലല്ലോ, കുറേ മിറ്റത്തേക്കൊക്കെ പോയില്ലേ ഇതിങ്ങനെ? അതാണ് ചോദിച്ചതേ. അതന്നെ, ചില ഗോപുരം പോലെ ഉണ്ട് അത്ര. അതൊക്കെ ഉണ്ട്. എന്തൊക്കെയാവട്ടെ. അപ്പം അതൊക്കെ. അപ്പം ഇത് ഇവിടുന്ന് ഈ മോഹം നമുക്ക് മോഹം ഉണ്ടാവും എപ്പോഴാണ്? മുമ്പ് കുറേശ്ശെ കഴിച്ചു,
അങ്ങനെയൊക്കെ ശീലം ഉണ്ടച്ചാൽ മുമ്പ് കുറേ ഏശയൊക്കെ അനുഭവിച്ചു, പരിചയം ഉണ്ടച്ചാലൊക്കെ അല്ലേ മോഹം വരിക. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായി അപ്പം ഉണ്ടായിട്ട് ഇപ്പം എങ്ങനെയപ്പോൾ ഈ മോഹം ഉണ്ടായി ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം സീത പറഞ്ഞ മോഹം ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അതാണ് ആ മോഹത്തിൽ. അപ്പോൾ പറഞ്ഞിപ്പം എന്താ മോഹം എന്നറിയോ? നമ്മളേ പറഞ്ഞോളൂട്ടി, നമ്മൾ പണ്ടൊക്കെ കാട്ടിലൊക്കെ നടക്കുമ്പം എത്ര മഹർഷിമാരുടെ ആശ്രമത്തിൽ താമസിച്ചു. എന്തല്ലേ അവിടുത്തെ കഥകളൊക്കെ. അവിടെ കുളിയും ദേവാരം ജപവും നമസ്കാരമൊക്കെ ആയിട്ട് ആ മഹർഷിമാരെയൊക്കെ കണ്ട് മിണ്ടിയും പറഞ്ഞും ഋഷിഭഗ്നിമാരുടെ കൂടെയൊക്കെ മിണ്ടിയും പറഞ്ഞും രസിച്ചൊക്കെ ഇരുന്ന കാലം വാൽമീകി മഹർഷിയൊക്കെ കണ്ടു. ഇപ്പോഴും ഇങ്ങനെ കാണാൻ തോന്നുന്നു അവരെയൊക്കെ. ആരെയും മഹർഷിമാരെ ഒന്ന് കാണണം, ഒന്ന് മിണ്ടിയും പറഞ്ഞ്. അന്നൊക്കെ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടോ? അവരൊക്കെ ഒന്ന് കാണാൻ നമ്മളെന്താ കാട്ടിക്ക് പോവുക, ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയതല്ലേ. നമസ്കരിക്കുമ്പോഴൊക്കെ എന്താ ഉണ്ടായുള്ളൂ? വെറുതെ നമസ്കരിക്കാൻ ഉണ്ടായുള്ളൂ. എനിക്കിപ്പോൾ പോകുമ്പോഴേ ഒരു മുണ്ടും 101 ഉറുപ്പിയും കൊടുത്തു വന്ന് നമസ്കരിക്കണം എന്നൊരു മോഹം. ഇപ്പം കൊട്ടാരത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു കെട്ട് മുണ്ടും കുറച്ച് ഉറുപ്പിയൊക്കെ ആയിട്ട് പോകാൻ വിഷമമൊന്നുമില്ല. അപ്പം അതാണ് അന്ന് അതൊന്നും തരാം. 100 ഉറുപ്പിയൊക്കെ എവിടെയൊക്കെ കൈ മടക്കി ബാഗിൽ വെച്ചില്ലേ. എന്ത് അല്ല, ഉറുപ്പിയൊന്നും കൊണ്ടുപോയില്ല കാട്ടിക്ക് പോകുമ്പം. വസ്ത്രം സീതയുടെ ഉടുപ്പല്ലേ കൊണ്ടുപോയുള്ളൂ. അതിപ്പം നമസ്കരിക്കുമ്പം കൊടുക്കാൻ പറ്റുമോ? അത് അങ്ങനെയില്ല. അവനവൻ കൊടുക്കണത് വേറെ ജാതി, മഹർഷിമാരുടേത് ആ ജാതി വേറെ ഇല്ലേ. അപ്പം അതുകൊണ്ട് ഒന്ന് അവർക്ക് അവിടേക്ക് ഒന്ന് പോയി ഒന്ന് മുണ്ടും ദക്ഷിണയൊക്കെ വെച്ച് നമസ്കരിക്കണം എന്നൊരു മോഹമുണ്ട്. അതെക്ക് മോഹമുള്ളൂ. നമുക്ക് സീതയുടെ മോഹം എന്തൊരു സാത്വികമായ മോഹമല്ലേ. രാമൻ പറഞ്ഞു, ചെയ്യുന്ന കുട്ടി അങ്ങനെ ആയിക്കോട്ടെ, പരിഭ്രമിക്കേണ്ട. എന്ന് ചെയ്യാം? വിശ്രദ്ധ ഭവ വൈദേഹി സ്വഗമിഷ്യസി. നാളെ തന്നെ പോവാന്നും പറഞ്ഞു. സീത സന്തോഷമായി, പോവാലോ. അപ്പം ഈ പോവാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്താ വെച്ചാൽ കഥകളൊക്കെ മാറുകയാണേ. നമ്മൾ അന്യഥാ ചിന്തിതം കാര്യം ദൈവമന്യത്ര ചിന്തയേത്. വിചാരിച്ച മാതിരി ഒന്നും കാര്യങ്ങൾ നടന്നോളന്നില്ലേ. ഇവിടെ സീതാദേവി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരുടെ അത് ഇപ്പം നമ്മൾ കേട്ടത് ഇവരുടെ സ്വകാര്യ സംഭാഷണം ഭാര്യയും ഭർത്താവും കൂടി അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളും സുഖവും ദുഃഖമൊക്കെ പറയില്ലേ. ആ പറഞ്ഞ വർത്തമാനം അപ്പം നമ്മൾ കേട്ടത്. അപ്പോൾ ഈ സീതാദേവി ഇങ്ങനെ പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി സീതയുടെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പോഴേക്ക് ആരോ വന്നിട്ട് പറഞ്ഞു, രാജാവേ അങ്ങേ കാണാൻ എന്താ വന്ന് കാത്തിരിക്കണോ? ആര് കാത്തിരിക്കണോ? അങ്ങനെയുണ്ട് ഉദ്യോഗസ്ഥന്മാരെ രാജാവിനെ കാണാൻ വരുമല്ലോ, ഓരോ സമയത്തും വരില്ലേ. നോക്കിയപ്പോൾ ഏത് വിഭാഗം? IB ഉദ്യോഗസ്ഥരാ വന്നത്. IBയോ? എന്താ? അതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെട്ട ഓഫീസർമാരും അതിൻ്റെ പണിക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വരാ പറഞ്ഞു സീത കിടന്നോളൂ കേട്ടോ, കിടന്നോളൂ, ഞാനേ താമസം ഉണ്ടാവും. എന്താ കാരണം? ഇതൊക്കെ ഒപ്പിട്ട് കൊടുക്കണ്ടേ, കടലാസ് റിപ്പോർട്ട് വായിക്കണം, ഒപ്പിട്ട് കൊടുക്കണം, കുറഞ്ഞ സമയം എടുക്കും, കിടന്നോളൂ. രാമനൊരു ഒഴിവില്ല. അപ്പോൾ ഈ പണികൾ ഭരിക്കൽ എളുപ്പമല്ലോ. നേരാമണ്ണം ഭരിക്കണമെന്ന് അല്ലാത്തവന് ഭരിക്കൽ എളുപ്പമല്ല. നമ്മൾ വിചാരിച്ച മാതിരി അത്ര രസമൊന്നുമല്ല അത്. എവിടെ ഒന്നും ഉണ്ടാവാൻ വയ്യല്ലോ, ഒക്കെ പശകല്ലേ. രാമൻ എന്ത് ചെയ്തു? സീതയോട് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ എന്താ വെച്ചാൽ ഈ ചാരന്മാരെ, നമ്മുടെ IB എന്ന് പറയും ചാരന്മാരെ എന്നാണ് പണ്ട് ഭാഷ. ഈ ചാരന്മാരെ ഓരോരുത്തർ വന്നു ചോദിച്ചു. അതായത് ഓരോ വിഷയത്തിലും ചാരന്മാർ വേറെ വേറെ ഉണ്ട്. ധനകാര്യ വകുപ്പ് ചാരന്മാർ അങ്ങനെയൊക്കെ ഉണ്ട്, ധനകാര്യ വകുപ്പിന്. പിന്നെ അതുപോലെ എന്താ ഈ അങ്ങനെയുണ്ടല്ലോ, ഈ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് രാജാവിനെ കുറിച്ചുള്ള ചാരന്മാരെന്തൊക്കെയാണ് പറയണമെന്നുണ്ട്. ഭരണത്തെക്കുറിച്ചുള്ള ചാരന്മാരുണ്ട്. അതുപോലെ ഈ റവന്യൂ വകുപ്പ് ചാരന്മാരുണ്ട്. പല ജാതി ചാരന്മാർ. അപ്പോൾ ഓരോ വകുപ്പുകാരിങ്ങനെ കാത്തിരിക്കണം. അപ്പോൾ ഓരോരുത്തരും വന്നു രാജാവിനോട് വർത്തമാനം പറഞ്ഞു പോയി. ഒടുക്കം എന്താണ്ടായത്? ഒരുത്തം വന്നു. അത് രാജാവിൻ്റെയും കൊട്ടാരത്തിനെയും രാജാവിനെ കുറിച്ചും ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളായിട്ടുള്ള ചാരനാണ്. അപ്പം അദ്ദേഹം അടുത്തേക്ക് വന്നപ്പോൾ രാമൻ ചോദിച്ചു, കാക്കഥാനഗരേ ഭദ്ര എന്ന പേര്. കാക്കഥാനഗരേ ഭദ്ര വർത്തന്തേ വിഷയേഷു ച മമാശ്രിതാനി കന്യാഹു പൗരജാനപദ ജനാഹ. എന്നെക്കുറിച്ചും എൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾ എങ്ങനെയാ പറയുന്നത്? രാജാവിനെ കുറിച്ചും രാജാവിൻ്റെ നടപടികളെക്കുറിച്ചും രാജാവിൻ്റെ നയങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും പ്രജകൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ലേ എന്ന് പണ്ടറിയും. എങ്ങനെ അറിയാം? ചാരന്മാർ വശമായിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ചാരന്മാരായിട്ടുള്ളവർ നമ്മളറിയാതെ നടക്കുമ്പോൾ നമ്മൾ പറയണ വർത്തമാനം, നമ്മുടെ ചിന്തകൾ, ചർച്ചകൾ, അതുപോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പം കിട്ടുമല്ലോ. അവർക്ക് കിട്ടില്ലേ? ചാരന്മാർ വശമായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ കിട്ടും. ഇനി ചാരന്മാർ വശമായിട്ട് എന്നെക്കുറിച്ച് എന്താ പറയണത് ചോദിച്ചു. അപ്പോൾ ഈ വന്നയാൾ പറഞ്ഞു, കിംച സീതാം സമാശ്രിത്യ. സീതയെക്കുറിച്ച് എന്താ പറയണത്? ഭരതനെക്കുറിച്ചും ശത്രുഘ്നെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്ന് പറയൂ ഭദ്ര. ആര് പറഞ്ഞു? രാമൻ പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ ഈ ഭദ്രൻ പറയണേ എന്താ വെച്ചാൽ പ്രാഞ്ജലി രബ്രവീത് കയ്യ് കൂപ്പിയിട്ട് പറഞ്ഞു, രാജാവേ പറയച്ചാൽ ഒരു മടി, പറഞ്ഞോളൂട്ടേ, പറയച്ചാൽ അലോഹ്യ എന്താ പറയാൻ, എന്താ പറയണതിന് ബുദ്ധിമുട്ട്? കഥയസ്വ യഥാതത്വം സർവം.
നിരവശേഷത ഉള്ളത് മുഴുവൻ പറയും, നല്ല മനസ്സിലാവുള്ളൂ. ശുഭായിക്കോട്ടെ അശുഭായിക്കോട്ടെ, നല്ലതായാലും ചീത്തയിലും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ രാജാവ്. അപ്പോൾ പറയൂ എന്നും പറഞ്ഞു. അപ്പോൾ ഈ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശൃണു രാജൻ, രാജാവെ കേട്ടോളൂ, ഞാൻ പറയാം. എന്താ ചോദിച്ചാലേ, അങ്ങയെക്കുറിച്ചും കൊട്ടാരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും സീതയെക്കുറിച്ചൊക്കെ ഉള്ള കാര്യം അത്ര നന്നായിട്ടല്ല പറയണത്. എന്താ പറയണേ ചോദിച്ചു. അതെന്താ ചോദിച്ചാലേ, ആളുകൾക്കൊക്കെ ഒരു രണ്ടാം തരം മട്ടിലെ ആളുകൾ ഇങ്ങനെ പറയണതേ, ചിലതൊക്കെ വളരെ മോശമായിട്ടാണ് പറയണത്. എന്താ അങ്ങനെ? അതെ, ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു ചില ദിക്കിലൊക്കെ കഥകൾ കേൾക്കുകയാണെങ്കിൽ വർത്തമാനങ്ങൾ, എന്താ ചോദിച്ചാൽ